ഹായ് എവരിവൺ, വെൽക്കം ടു ഷീ ടോക്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ MCOMന്റെ ഫോർത്ത് സെമ്മിന്റെ സബ്ജക്റ്റായ അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. ഈ സബ്ജക്റ്റിൽ 5 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻസ്, പ്രൈസിംഗ് കൺസെപ്റ്റ് ആൻഡ് ഡിസിഷൻസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ട്രാൻസ്ഫർ പ്രൈസിംഗ്. അതിൽ ആദ്യത്തെ മൊഡ്യൂളായ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രൂ ഔട്ട്. നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളായ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ അഥവാ ABC. നമ്മുടെ ഓവർഹെഡ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ 2 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ട്രഡീഷണൽ കോസ്റ്റിങ്ങും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങും. ട്രഡീഷണൽ കോസ്റ്റിംഗ് പണ്ട് കമ്പനീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിനെ ഡെവലപ്മെന്റ്സും മോഡേണൈസ് ചെയ്ത് കൊണ്ടുവന്നേക്കണെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഓവർഹെഡ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാനാണ് ഈ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. എന്താണ് ഓവർഹെഡ് കോസ്റ്റ്? എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയാണ് ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇതിനെല്ലാം കൂടി പറയുന്നതിനെയാണ് ഓവർഹെഡ് കോസ്റ്റ് അഥവാ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് അലോക്കേറ്റ് ചെയ്യുന്നതിലൂടെ ഒന്നാമത്തെ മെത്തേഡാണ് ട്രഡീഷണൽ കോസ്റ്റിംഗ്. ട്രഡീഷണൽ കോസ്റ്റിംഗിൽ നമ്മുടെ അലോക്കേഷൻ നടത്തുന്നത് 3 ബേസിക് ഫാക്ടർ കൺസിഡർ ചെയ്ത് മാത്രമാണ്. ഒന്ന് മെഷീൻ അവർ, ലേബർ അവർ, മെറ്റീരിയൽ കോസ്റ്റ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ബേസ് എടുത്തിട്ട് ആണ് ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു കമ്പനിക്ക് 2 പ്രൊഡക്ട്സ് ഉണ്ട്, എക്സും വൈയും. ഒരു കമ്പനിയുടെ ഓവർഹെഡ് കോസ്റ്റ് ആയ റെന്റ് വന്നേക്കുന്നത് 2 lakh. ഇത് കമ്പനി അലോക്കേറ്റ് ചെയ്യണത് എക്സും വൈയിലേക്ക് അലോക്കേറ്റ് ചെയ്യണത് ഒന്നെങ്കിൽ മെഷീൻ അവർ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും. അത് 2 രീതിയിൽ അലോക്കേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ലേബർ അവർ ഓർ അത് മാത്രം എടുത്തിട്ട് എക്സും വൈയിലേക്ക് അലോക്കേറ്റ് ചെയ്യും. അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് കൺസിഡർ ചെയ്തിട്ടായിരിക്കും, ബേസ് ആയിട്ട് എടുത്തിട്ടായിരിക്കും ഈ ഓവർഹെഡ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് അങ്ങനെ അലോക്കേറ്റ് ചെയ്യണതിനെയാണ് ട്രഡീഷണൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് കുറേ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് ABC എന്ന കോസ്റ്റിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണത് കമ്പനീസ്. അതിൽ നമ്മൾ ഓരോ ABCയിൽ പറയുന്നത് നമ്മൾ ഓരോ ആക്ടിവിറ്റിയും കൺസിഡർ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ റിലേഷൻ കണ്ടെത്തിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഓവർഹെഡ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യണത്. അതിനെയാണ് ABC കോസ്റ്റിംഗ്. അതിന് ഡീറ്റെയിൽ ആയിട്ട് വരാം നമുക്ക്. ഫണ്ടമെന്റൽ ഓഫ് ABC. ഒരു ABCയുടെ സെന്റൻസ് ഫുൾ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഈ ടേംസ് നമ്മൾ അറിയണം. അതിനു മുമ്പ് അല്ലെങ്കിൽ നമുക്ക് ആ സെന്റൻസ് എന്താ ഡെഫിനേഷൻ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ ഇതിപ്പോൾ എടുക്കുന്നത്. ഒന്നാമത് തന്നെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റീവ്. ഒരു ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അതിലൊരു കോസ്റ്റ് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് റിസോഴ്സസ്. ഒരു വർക്ക് പെർഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ആ കോസ്റ്റ് എന്തെങ്കിലും റൈസ് ചെയ്യാൻ സഹായിക്കുന്ന അതിനെ പറയുന്നതാണ് റിസോഴ്സസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു വർക്ക് നടക്കുന്നത്, അതിനെ പറയുന്നതാണ് റിസോഴ്സസ്. മൂന്നാമത് പറയുകയാണെങ്കിൽ ആക്ടിവിറ്റീസ്. ഒരു സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ, വർക്ക് ഡൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആക്ടിവിറ്റീസ്. ഒരു കമ്പനിയിൽ ബുക്ക് കീപ്പിംഗ് ഉണ്ടാവും, മെറ്റീരിയൽസ് ഓർഡർ ചെയ്യണം, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ആക്ടിവിറ്റീസ്. കോസ്റ്റ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABCയിൽ നമ്മളെല്ലാ കോസ്റ്റ് കളക്ട് ചെയ്യും. അലോക്കേഷന് മുമ്പ് എല്ലാ പ്രൊഡക്ട്സും സർവീസിലേക്ക് അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യിക്കുമ്പോൾ കോസ്റ്റ് ഡ്രൈവേഴ്സിന് എല്ലാ കോസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യും. ആ ഗ്രൂപ്പ് ഓഫ് ഓവർഹെഡ് കോസ്റ്റിന് പറയുന്ന പേരാണ് കോസ്റ്റ് പൂൾസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഓഫ് ABCയിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് കോസ്റ്റ് ഡ്രൈവേഴ്സ്. കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ ഇവന്റ് ഓർ ആക്ടിവിറ്റി ദാറ്റ് റിസൾട്ട് ഇൻ ദി ഇൻകറൻസ് ഓഫ് ദി കോസ്റ്റ് ബൈ ദാറ്റ് ഇവന്റ് ഓർ ആക്ടിവിറ്റി. ഒരു കോസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഒരു ആക്ടിവിറ്റിയിൽ കോസ്റ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കോസ്റ്റ് ഡ്രൈവർ 2 രീതിയിലാണ് നോക്കുന്നത്. ഒന്ന് റിസോഴ്സ് കൺസംഷൻ കോസ്റ്റ് ഡ്രൈവർ അല്ലെങ്കിൽ ആക്ടിവിറ്റി കൺസംഷൻ കോസ്റ്റ് ഡ്രൈവർ.
റിസോഴ്സ് കൺസംഷൻ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഷർ ചെയ്യണത് നമ്മൾ എത്രമാത്രം റിസോഴ്സസ് കൺസ്യൂം ചെയ്തിട്ടുണ്ട് ഒരു ആക്ടിവിറ്റിയിൽ. രണ്ടാമത് പറയുന്നത് ആക്ടിവിറ്റി കൺസംഷൻ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് ഇത് മെഷർ ചെയ്യണത് നമ്മൾ എത്രമാത്രം എമൗണ്ട് ഓഫ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഒരു കോസ്റ്റ് ഓബ്ജക്റ്റിൽ, അതിനെ നോക്കിയിട്ടാണ് കോസ്റ്റ് ഡ്രൈവർ സെലക്ട് ചെയ്യുന്നത്. ഫാക്ടേഴ്സ് ഇൻ സെലക്ടിങ് കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഫാക്ടേഴ്സ് നോക്കും, എന്നിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കോസ്റ്റ് ഡ്രൈവേഴ്സിന്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, കോറിലേഷൻ ഉണ്ടോ, അതിന് തമ്മിൽ ബന്ധം ഉണ്ടോ എന്ന് നോക്കും. രണ്ടാമത് നോക്കുന്നത് മെഷർമെന്റ്, മെഷർ ചെയ്യാൻ പറ്റുന്നതാണോ. മൂന്നാമത് തന്നെ ബിഹേവിയർ ഇമ്പാക്റ്റ്, അതിലുണ്ടാവുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചാണ് നോക്കുന്നത്. ഈ 3 ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഒരു കോസ്റ്റ് ഡ്രൈവേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണത്. ഒരു എക്സാമ്പിൾ ഇത് പറയുകയാണെങ്കിൽ ആക്ടിവിറ്റി മെഷീൻ സെറ്റപ്പിലേക്ക് നമ്മൾ കോസ്റ്റ് ഡ്രൈവർ എടുക്കുന്നത് നമ്പർ ഓഫ് സെറ്റപ്സ് ആണ്. ഓർഡർ ഓഫ് പ്രോസസ്സിംഗ്, നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്രോസസ്ഡ്, എല്ലാത്തിനും ഓരോ ആക്ടിവിറ്റിക്കും അതിൻ്റെതായ കോസ്റ്റ് ഡ്രൈവർ കൃത്യമായിട്ടുണ്ടാകും. ഇനി ഡെഫിനിഷനിലേക്ക് വരാം. ട്രഡീഷണൽ അല്ലെങ്കിൽ വോളിയം ബേസ്ഡ് കോസ്റ്റിംഗ് എന്നും പറയും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രഡീഷണൽ കോസ്റ്റ് ബേസ്ഡ് കോസ്റ്റിംഗിൽ TBSE, അത് കോസ്റ്റിംഗ് മെത്തേഡിൽ നമ്മുടെ ഓവർഹെഡ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ കോസ്റ്റ് ഡ്രൈവറിലേക്ക് വെച്ചിട്ടായിരിക്കും ആ പ്രൊഡക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് ഓവർഹെഡ്. ഒന്നുകിൽ ലേബർ അവേഴ്സ് ബേസ് ആയിട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ മെഷീൻ അവേഴ്സ് ബേസ് ആയിട്ട് എടുത്തിട്ടായിരിക്കും. കോസ്റ്റ് അലോക്കേഷൻ ഒരു പ്രീ ഡിറ്റർമിൻഡ് ഓവർഹെഡ് റേറ്റിലായിരിക്കും അത് അലോക്കേറ്റ് ചെയ്യുന്നത് പ്രൊഡക്റ്റിലേക്ക്. കമ്പനി ഒരു മെയിനായിട്ട് ഇത് കണ്ടുവരുന്നത് ട്രഡീഷണൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഒരു യൂണിഫോം പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനി അല്ലെങ്കിൽ ഒരു സിമ്പിൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉള്ള കമ്പനീസാണ് ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ 3 കോസ്റ്റ് ഡ്രൈവേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഡയറക്റ്റ് ലേബർ അവേഴ്സും മെഷീൻ അവേഴ്സും യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. ഈ 3 ഇതിനകത്ത് ഏതെങ്കിലും എടുത്തിട്ടായിരിക്കും കോസ്റ്റ് ഡ്രൈവറായിട്ട് എടുത്തിട്ടായിരിക്കും ഓവർഹെഡ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ഇത് 1 weightനും 5 weightനും ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ABC കോസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഓവർഹെഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് റിലേറ്റഡ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസിലേക്ക് അല്ലെങ്കിൽ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് സ്പെസിഫിക് ടാസ്കിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ മെത്തേഡിൽ നമ്മൾ ആദ്യം തന്നെ കോസ്റ്റിൻ്റെ റിലേഷൻഷിപ്പ് മീൻസ് ആക്ടിവിറ്റിയും കോസ്റ്റ് ഡ്രൈവറും തമ്മിൽ റിലേഷൻസ് കണ്ടുപിടിച്ച് അതിലേക്ക് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യും. അതിനൊരു പറയുന്ന മെത്തേഡാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ അലോക്കേറ്റ് ഓവർഹെഡ് കോസ്റ്റ് യൂസിങ് മൾട്ടിപ്പിൾ കോസ്റ്റ് ഡ്രൈവേഴ്സ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് ആക്ടിവിറ്റി. ഒരു മൾട്ടിപ്പിൾ കോസ്റ്റ് ഡ്രൈവേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ ഓവർഹെഡ് കോസ്റ്റ് കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആക്ടിവിറ്റിക്ക് അലോക്കേറ്റ് ചെയ്യും. ഇന്നത്തെ ABCസിൽ മൾട്ടിപ്പിൾ കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് മെഷീൻ സെറ്റപ്പ്, നമ്പർ ഓഫ് ഓർഡേഴ്സ്, മെറ്റീരിയൽ ഹാൻഡിലിങ്സ് ആൻഡ് ഇൻസ്പെക്ഷൻ ടൈം, അങ്ങനെ കുറേയുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കമ്പാരിസൺ ബിറ്റ്വീൻ ട്രഡീഷണൽ കോസ്റ്റിംഗ് ആൻഡ് ABC കോസ്റ്റിംഗ്, അത് മെയിൻ വരുന്നത് കമ്പാരിസൺ. നമ്മൾ കുറേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു പോയിന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു കോസ്റ്റ് അലോക്കേഷൻ, ഒരു ട്രഡീഷണൽ സിംഗിൾ കോസ്റ്റ് ഡ്രൈവർ ഉണ്ടാവുള്ളൂ. ആക്ടിവിറ്റി ബേസ്ഡ് ആണെങ്കിൽ മൾട്ടിപ്പിൾ കോസ്റ്റ് ഡ്രൈവറിന് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യും. ഇതിൻ്റെ അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണലിൻ്റെ കുറേ ലിമിറ്റേഷനും ഉണ്ട്. കാരണം യൂണിഫോം ഓവർഹെഡ് കോസ്റ്റ് ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്, ലെസ് അക്യുറേറ്റ് ആയിരിക്കും. ഇത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്ത് തന്നെയാണ് ആക്ടിവിറ്റി കോസ്റ്റ്. അതുകൊണ്ട് തന്നെ കുറേ അക്യുറേറ്റ് ആയിരിക്കും, കൃത്യമായിട്ട് അലോക്കേഷൻ ആക്ടിവിറ്റീസിന് ബേസ് ചെയ്ത് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യും. ഇതിൻ്റെ കോംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ കോസ്റ്റിങ്ങിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സിമ്പിളാണ്. പക്ഷേ ABC കുറച്ചൊന്നും കോംപ്ലക്സ് ആണ്, കാരണം കുറേ മൾട്ടിപ്പിൾ കോസ്റ്റ് ഡ്രൈവേഴ്സ് ഉണ്ട്. ഇതിൻ്റെ സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം പ്രൊഡക്ഷൻ പ്രോസസ്സിനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ട്രഡീഷണൽ കോസ്റ്റിംഗ് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിരിക്കും. ABCയിലാണെങ്കിൽ എല്ലാ കമ്പനീസിനും ഇത് ഐഡിയൽ ആണെന്നാണ് പറയുന്നത്. കോസ്റ്റ് ബിഹേവിയർ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണലിൻ്റെ കുറച്ചും ജനറൽ വ്യൂ ആണ്. പക്ഷേ ABCയിലാണെങ്കിൽ ആഴത്തിൽ നമുക്ക് അറിയാൻ പറ്റും, ഓരോ ഡീറ്റെയിലും കോസ്റ്റ് എന്തിനാണ് അലോക്കേറ്റ് ചെയ്തതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഡിസിഷൻ മേക്കിങ്ങിൽ പ്രൈസിങ് ഡിസിഷനും ട്രഡീഷണൽ കോസ്റ്റിങ്ങിൽ കൃത്യമായിട്ട് നമ്മൾ എടുക്കാൻ സാധിക്കില്ല. നമുക്ക് കൃത്യമായിട്ട് ഡിസിഷൻ പല സമയത്തും എടുക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ആക്ടിവിറ്റിയിലാണെങ്കിൽ ബേസ്ഡ് കോസ്റ്റിങ്ങിലാണെങ്കിൽ
കൃത്യമായിട്ട് നമുക്ക് പ്രൈസിങ് ഡിസിഷൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രി പ്രിഫറൻസിൽ ട്രഡീഷണൽ കോസ്റ്റ് ആണെങ്കിൽ മാനുഫാക്ചറിങ്ങിലായിരിക്കും സ്റ്റേബിൾ പ്രോസസ്സിലുള്ളതിലാണ് ഇത് ട്രഡീഷണൽ കോസ്റ്റ് മോസ്റ്റ് ആയിട്ട് ഇൻഡസ്ട്രി പ്രിഫർ ചെയ്യുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിലാണെങ്കിൽ സർവീസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറേ പ്രൊഡക്ട്സ് ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനീസ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ABC ആയിരിക്കും കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ടോപ്പിക്കാണ് ഹയറാർക്കി ഓഫ് കോസ്റ്റ്. ഇത് 2 വെയ്റ്റിനും 1 വെയ്റ്റിനും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടിയാട്ടോ. നമ്മുടെ കോസ്റ്റ് 4 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ആക്ടിവിറ്റി ബേസിസിൽ. അതിന് ഒന്നാമത്തെയാണ് ഫെസിലിറ്റി ലെവൽ ആക്ടിവിറ്റീസ്, 2 പ്രൊഡക്ഷൻ ലെവൽ ആക്ടിവിറ്റീസ്, 3 ബാച്ച് ലെവൽ ആക്ടിവിറ്റീസ്, 4 യൂണിറ്റ് ലെവൽ ആക്ടിവിറ്റീസ്. ഫെസിലിറ്റി ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിനെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് വരുന്ന കോസ്റ്റിനെ വരുന്നതാണ് ഫെസിലിറ്റി ലെവൽ ആക്ടിവിറ്റീസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എത്ര ഫാക്ടറി റെൻറ്റ്, പിന്നെ സെക്യൂരിറ്റി ചാർജസ്, അഡ്മിനിസ്ട്രേഷൻ ചാർജസ്, അങ്ങനെയൊക്കെ വരുന്ന കാറ്റഗറീസ് തന്നെയാണ് ഫെസിലിറ്റി ലെവൽ ആക്ടിവിറ്റീസ്. രണ്ടാമത് വരുന്നത് പ്രൊഡക്റ്റ് ലെവൽ ആക്ടിവിറ്റീസ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യാനും സെല്ല് ചെയ്യാനും വരുന്ന കോസ്റ്റിനെയാണ് പ്രൊഡക്റ്റ് ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഡിസൈൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതൊക്കെ വരുന്നത് പ്രൊഡക്റ്റ് ലെവൽ ആക്ടിവിറ്റീസിലാണ് കോസ്റ്റ് വരുന്നത്. ബാച്ച് ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ബാച്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വരുന്ന കോസ്റ്റിനെ ഇതിൽ കാണിക്കുന്നതാണ് ബാച്ച് ലെവൽ ആക്ടിവിറ്റീസ്. എക്സാമ്പിൾ മെഷീൻ സെറ്റപ്സ്, ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഫോർ എ ബാച്ച്, ഓർഡറിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്. യൂണിറ്റ് ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ചെലവിനെയാണ് നമ്മൾ യൂണിറ്റ് ലെവൽ ആക്ടിവിറ്റീസിൽ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പെർ യൂണിറ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര വന്നു, ഇതാണ് ഈ ടോപ്പിക് പറയുന്നത്. സ്റ്റെപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ABC. ABC എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. നമ്മൾ ഓരോ ആക്ടിവിറ്റി കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിൻ്റെ കോസ്റ്റ് ഡ്രൈവറും കണ്ടുപിടിച്ച് അതിൻ്റെ കൃത്യമായിട്ട് ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്യുകയാണ് ABCയിൽ വരുന്നത്. ഇതൊരു മോഡേണൈസ്ഡ് മെത്തേഡ് ആണെന്ന് പറഞ്ഞു കോസ്റ്റ് ഓവർഹെഡ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. അതിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഒരു ABC നമ്മൾ എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ട് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ആക്ടിവിറ്റീസ് പൂൾ. കൃത്യമായിട്ട് ആക്ടിവിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതൊരു ആക്ടിവിറ്റീസ് പൂളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് പൂളിലേക്ക് ആക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസൈൻ ഓവർഹെഡ് കോസ്റ്റ് ടു ഐഡൻറ്റിഫൈ ആക്ടിവിറ്റീസ്. നമ്മൾ കണ്ടുപറ്റിയ ഓവർഹെഡ് അസൈൻ ചെയ്ത് ആക്ടിവിറ്റീസിലേക്ക് അസൈൻ ചെയ്യുക. മൂന്നാമത്തേത് പറയുന്നത് കോസ്റ്റ് ഡ്രൈവറിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. മീൻസ് അവർ തമ്മിൽ ആക്ടിവിറ്റിയും കോസ്റ്റ് ഡ്രൈവറും തമ്മിൽ കൃത്യമായിട്ടുള്ള റിലേഷൻ ഉണ്ടായിരിക്കണം. നാലാമത്തേന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ പ്രീ ഡിറ്റർമിൻഡ് ഓവർഹെഡ് റേറ്റ്. ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അഞ്ചാമത്തെ സ്റ്റെപ്പ് അലോക്കേറ്റ് ഓവർഹെഡ് കോസ്റ്റ് ടു പ്രൊഡക്ട്സ്. നമ്മൾ കണ്ടെത്തിയ ഓവർഹെഡ് കോസ്റ്റ് അത് പ്രൊഡക്റ്റിലേക്ക് കൃത്യമായിട്ട് ചാർജ് ചെയ്യണം. ഇത് കൃത്യം ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന്. അത് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് ഐഡന്റിഫൈ ആക്ടിവിറ്റീസ് ആൻഡ് ആക്ടിവിറ്റീസ് പൂൾസ്. ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആവാൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണം എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അത് മേജർ ആക്ടിവിറ്റീസ് ഒരു പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആവുന്നത്. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ മെഷീൻ സെറ്റപ്പ് ആവാം, കട്ടിംഗ് വുഡ്, അസംബ്ലിംഗ് പാർട്സ്, പെയിന്റിംഗ് ആൻഡ് ഫിനിഷിംഗ്, പാക്കേജിങ്. ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അസൈൻ ഓവർഹെഡ് കോസ്റ്റ് ടു ഐഡന്റിഫൈ ആക്ടിവിറ്റീസ്. ആദ്യ സ്റ്റെപ്പായ നമ്മൾ ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്തതിലേക്ക് ഓവർഹെഡ് കോസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ 5 ലക്ഷം. ഇവിടെ എക്സാമ്പിളിൽ വേറെ കോസ്റ്റ് ആണ് കൊടുത്തത്. 5 ലക്ഷം ഉണ്ടെങ്കിൽ സെറ്റപ്പ്, കട്ടിങ് ആൻഡ് അസംബ്ലി, ഫിനിഷിംഗ്, പാക്കേജിങ്, ഇതിൽ 3 വീതിച്ചു കൊടുക്കുക. അതാണ് ഓവർഹെഡ് കോസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈ കോസ്റ്റ് ഡ്രൈവേഴ്സ്. നമ്മൾ കോസ്റ്റ് ഡ്രൈവേഴ്സ് ഐഡന്റിഫൈ ചെയ്യാവുന്ന ഓരോ ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കോസ്റ്റ് ഡ്രൈവർ ഉണ്ടാവും. മെഷീൻ സെറ്റപ്പ് ആണെങ്കിൽ നമ്പർ ഓഫ് സെറ്റപ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിന് വരുന്ന എസ്റ്റിമേറ്റഡ് ഒരു ആനുവൽ കോസ്റ്റ് ഉണ്ടാവും ഡ്രൈവറിന്. അതാണ് ഇവിടെ എത്തിയേക്കുന്നത്. ഒരു എത്ര വരും, ഒരു കോസ്റ്റ് ഡ്രൈവറിന് എത്ര വരും എന്നൊരു എസ്റ്റിമേറ്റഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കണ്ടെത്തി വെക്കുക.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ പ്രീ ഡിറ്റർമൈൻഡ് ഓവർ ഹെഡ് റേറ്റ്. നമ്മൾ ഓൾറെഡി ആദ്യ സ്റ്റെപ്പിൽ ആക്ടിവിറ്റി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എത്രയാണ് എസ്റ്റിമേറ്റ് ഓവർ ഹെഡ് കോസ്റ്റ്, പിന്നെ കോസ്റ്റ് ഡ്രൈവർ എത്രയാണ് എസ്റ്റിമേറ്റഡ് ആനുവൽ കോസ്റ്റ് ഡ്രൈവർ എന്നും കണ്ടുപിടിച്ചു. അതിന് ഓവർ ഹെഡ് റേറ്റ് കണ്ടുപിടിക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ടോട്ടൽ ആക്ടിവിറ്റി കോസ്റ്റ് എത്രയാണ്, ടോട്ടൽ 12 ലാഖിന്റെ ടോട്ടൽ ഡ്രൈവർ കോസ്റ്റ് ഡ്രൈവർ യൂണിറ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രീ ഡിറ്റർമൈൻഡ് ഓവർ ഹെഡ് റേറ്റ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് നാലാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് 5 അലോക്കേറ്റ് ഓവർ ഹെഡ് കോസ്റ്റ് ടു പ്രൊഡക്ട്സ്. നമ്മൾ ഓവർ ഹെഡ് കോസ്റ്റ് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുക പ്രൊഡക്ട്സിലേക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ 2 എക്സാമ്പിൾ വെച്ചിട്ടാണ് മാത്രമാണ് പറയുന്നത്. ആക്ടിവിറ്റി മെഷീൻ സെറ്റപ്പും കട്ടിങ് ആൻഡ് അസംബ്ലി. നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ഓവർ ഹെഡ് പെർ യൂണിറ്റ് എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 120 800 പെർ അവർ. അങ്ങനെ കോസ്റ്റ് ഡ്രൈവർ എത്രയാണെന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്തേക്കണേ, അത് 7000 1200. അലോക്കേറ്റ് ചെയ്യുക കൃത്യമായിട്ട് ഒരു പ്രൊഡക്റ്റിലേക്ക്. പ്രൊഡക്റ്റിൽ അലോക്കേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് ഓവർ ഹെഡ് റേറ്റ് ഇൻറ്റു കോസ്റ്റ് ഡ്രൈവർ ആക്ടിവിറ്റി ചെയ്താൽ മതി. അതപ്പോൾ 8,40,000 കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ 2 ഇതുണ്ട്, എക്സ് ഉണ്ട് പ്രൊഡക്റ്റ് ഉണ്ട്, വൈ ഉണ്ട് പ്രൊഡക്റ്റ്. കോസ്റ്റ് ഡ്രൈവർ ആക്ടിവിറ്റി എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പ്രീ ഡിറ്റർമൈൻഡ് ഓവർ ഹെഡ് റേറ്റ് എത്രയാണെന്ന് മെഷീൻ്റെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. മീൻസ് 120 പെർ സെറ്റപ്പ് ഇൻറ്റു 3000 ചെയ്ത് കഴിഞ്ഞാൽ 3,60,000 കിട്ടും. അപ്പോൾ എസ്റ്റിമേറ്റഡ് ഓവർ ഹെഡ് കോസ്റ്റ് നമുക്ക് 8,14,000 പ്ലസ് 3,16,000 ഇസ് ഈക്വൽ ടു 12 lakh കിട്ടും. ഇതാണ് ഓവർ ഹെഡ് കോസ്റ്റ് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അടുത്തത് പോണത് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ കണക്ട് ചെയ്തേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കാൻ ശ്രമിക്കുക. ഇപ്പം തന്നെ ആൻസറിലേക്ക് നോക്കരുത്, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും. നമ്മൾ ചെയ്തത് എന്താണെന്ന് കൃത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കമ്പനിയുടെ മാനുഫാക്ചർ ആൻഡ് സെൽ പാക്കേജിങ് മെഷീൻസ് ആണ് അവിടെ അവർ ചെയ്യുന്നത്. ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന സെൽ പാക്കേജിങ് മെഷീൻസ് ആണ് അവർ ചെയ്യുന്നത്. അവർക്ക് റീസെൻ്റ്ലി അവർ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പാക്കേജിങ്ങിന് അവർക്ക് വന്ന കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ ഈച്ച് പാക്കേജിങ് മെഷീൻസിന് അവർക്ക് റിക്വയർ ചെയ്യുന്നത് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 50 equipment parts, 12 machine hours, 15 assembly line hours, 4 inspection hours എന്നിട്ടുണ്ട്. ഇവിടെ താഴെ തന്നേക്കുന്ന ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പൂൾസ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് പൂൾസ്, കോസ്റ്റ് അലോക്കേഷൻ ബേസിസ്, ബഡ്ജറ്റ് അലോക്കേഷൻ റേറ്റ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇൻഡയറക്റ്റ് കോസ്റ്റ് പൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺഫ്യൂസ് ആവേണ്ട, ആക്ടിവിറ്റി തന്നെയാണ് നമുക്ക് തന്നേക്കുന്നത്. അത് ഇൻഡയറക്റ്റ് ആണെന്ന് മാത്രമാണ് അവർ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ബേസിസ് ഉള്ള കോസ്റ്റ് അലോക്കേഷൻ എന്തിൻ്റെ ഇത് എടുത്തിട്ടാണ് ഇവർ ചെയ്തേക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. മീൻസ് കോസ്റ്റ് ഡ്രൈവർ. ബഡ്ജറ്റ് അലോക്കേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീ ഡിറ്റർമൈൻഡ് ഓവർ ഹെഡ് റേറ്റ് ആണ് തന്നിരിക്കുന്നത്. പെർ പാർട്ട്, പെർ മെഷീൻ അവർ, പെർ അസംബ്ലി അവേഴ്സ്, പെർ ഇൻസ്പെക്ഷൻ അവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ കമ്പനി ഹാസ് റിസീവ്ഡ് ആൻ ഓർഡർ ഫോർ 14 can packaging machine from a customer. ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഒരു ഓർഡർ കിട്ടി 40 can packaging മെഷീൻസിന്റെ. അങ്ങനെയാണെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിൽ എത്ര ഇൻഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം ആ ഓർഡറിൽ എന്നാ ചോദിച്ചത്, കസ്റ്റമറിന്റെ ഓർഡറിലേക്ക്. നമുക്ക് ആദ്യം തന്നെ ഇത് നമുക്ക് ഇത്ര 50 എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇത് നമുക്ക് എത്ര ഇൻഡയറക്റ്റ് കോസ്റ്റ് പെർ മെഷീൻ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഒരു മെഷീന് വരുന്ന ഇത്രയും ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ഇത്രയും രൂപയാവും എന്ന് പറഞ്ഞു. ഈ മെറ്റീരിയൽ ഹാൻഡ് പെർ പാർട്ടിന് 8 രൂപ, മെഷീൻ പെർ അവറിന് വന്നത് 68 രൂപ, 75 രൂപ, ഇൻസ്പെക്ഷന് 104 രൂപ. അപ്പോൾ വരുമ്പോൾ ഇത് എത്ര എക്യുപ്മെന്റ് പാർട്സ് ഉണ്ട്? മൊത്തം 50 എക്യുപ്മെന്റ് പാർട്സ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇത് ഇൻറ്റു ചെയ്താൽ മതി നമുക്ക് മൊത്തം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ടോട്ടൽ കിട്ടി 2757 രൂപ നമുക്ക് ടോട്ടലായിട്ട് ഇൻഡയറക്റ്റ് കോസ്റ്റ് വരുന്നുണ്ട്. ഒരു ഓർഡറിലേക്ക് അലോക്കേറ്റ് ചെയ്യുമ്പോൾ 40 ഓർഡർ ക്യാൻ പാക്കേജിങ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഈ എത്ര മൊത്തമായിട്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓ പ്രൊഡക്റ്റിലേക്ക് എത്ര ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇത്രയെന്ന് ചാർജ് ചെയ്യാം. നമ്മൾ 5ാമത്തെ സ്റ്റെപ്പാണിത്. മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കാരണം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണമെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ അത് ഞാൻ ഡിസ്കസ് ചെയ്തു തരാം അടുത്ത വീഡിയോയിലായിട്ട്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ABC ആൻഡ് ട്രഡീഷണൽ കോസ്റ്റിംഗ് സിസ്റ്റം എന്നാണ്. നമ്മൾ കമ്പാരിസൺ ബിറ്റ്വീൻ ABC ആൻഡ് ട്രഡീഷണൽ കോസ്റ്റിംഗ് സിസ്റ്റം ഡിസ്കസ് ചെയ്തേക്കണേ. അത് പോയിന്റ്സ് തന്നെയാണ് ഇവിടെ വരുന്നത് അത്യാവശ്യം.
അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രീ റിക്വസൈറ്റ്സ് ഫോർ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ABC. ഒരു ABC ഒരു കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സക്സസ്ഫുൾ ആവുമെന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ബിഹേവിയറൽ ചേഞ്ച് മാനേജ്മെന്റ്. ഒരു കമ്പനി അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ABCയിലേക്ക് മാറുമ്പോൾ അത് അവിടുത്തെ കമ്പനിയുടെ നമ്മുടെ പീപ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ് കൊണ്ട് തന്നെ എന്ന് കൃത്യമായിട്ട് അവരെ അഡ്രസ്സ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ടോപ്പ് മാനേജ്മെന്റ് സപ്പോർട്ട്. എന്തുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവരുടെ സപ്പോർട്ട് വേണം. അവർക്ക് എടുക്കേണ്ട ഡിസിഷൻ കൃത്യമായിട്ട് അവർ എടുത്തിരിക്കണം. അതുകൊണ്ട് ടോപ്പ് മാനേജ്മെന്റ് സപ്പോർട്ട് അത്യാവശ്യമാണ്. പിന്നെ ടീം വർക്ക്. നമുക്ക് കമ്പനിക്ക് ഈ ABC കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ മാത്രമല്ല നോൺ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ കൂടി ആവശ്യം. അപ്പോൾ ഇതൊക്കെ ആവശ്യമാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ആ കമ്പനിയുടെ മൊത്തം എംപ്ലോയീസിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ്, ഈ ടീം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് ABC ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിൻഡ് മാനേജേഴ്സ്. നമ്മൾ മാനേജേഴ്സ് അറിയുന്ന ആൾക്കാരായിരിക്കണം, നന്നായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. എന്താണ് ABC, എന്താണ് കൃത്യമായിട്ട് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, എന്താണ് ഡീറ്റെയിലിംഗ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് ഇത് സക്സസ്ഫുൾ ആവുള്ളൂ. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിസോഴ്സസ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് അവൈലബിൾ ആയിരിക്കണം. പിന്നെ ആറാമത്തെ പോയിന്റ് ഇൻഫോർമേഷൻ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കമ്പനിയിൽ വേണം. എന്നാൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ABC സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് ഇത്. 2 വെയ്റ്റിനും 1 വെയ്റ്റിനും ഒക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. ഏരിയസ് ഇൻ വിച്ച് ABC ഇൻഫോർമേഷൻ യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് എവിടേക്കാണ് ABCയുടെ ഇൻഫോർമേഷൻ ഡിസിഷനായിട്ട് സഹായിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നത് കോസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഡൗൺ സൈസിങ്. നമ്മുടെ കോസ്റ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സഹായിക്കും. ഡൗൺ സൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് മാത്രം എടുത്തിട്ട് നോൺ വാല്യൂഡ് ആക്ടിവിറ്റീസിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നതാണ് ഡൗൺ സൈസിങ് എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. രണ്ടാമതെന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് സർവീസ് കോസ്റ്റ്. നമുക്ക് പ്രൊഡക്റ്റ് സർവീസ് കോസ്റ്റ് എത്ര വരുന്നതെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ഇൻ പെർഫോമൻസ്. നമുക്കിതൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് കുറേ കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കളയുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസിൽ നല്ല ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറഞ്ഞത്. നാലാമത്തേന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് പ്രൈസിങ്. നമുക്ക് എത്ര വരും, ഒരു പ്രൊഡക്റ്റിന് ചാർജ് എത്ര പൈസ വേണ്ടേ, അതായത് ഈ സർവീസിന് എത്ര പൈസ ചാർജ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ഓർ ബൈ ഡിസിഷൻ. നമുക്കൊരു പ്രൊഡക്ഷൻ നടത്തണോ അത് പുറത്തുനിന്ന് വേറൊരാളുടെ നിന്ന് മേടിക്കണോ, എത്ര കോസ്റ്റ് വരും എന്നൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണോണ്ട് നമുക്ക് അതിനുള്ള മേക്ക് ഓർ ബൈ ഡിസിഷൻ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. നമുക്ക് എത്രയാണ് ഒരു കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് അടുത്ത വർഷത്തേക്ക് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഓൾറെഡി നമ്മൾ കോസ്റ്റ് കണ്ടെത്തണമുണ്ട്. ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ പ്രൈസിങ്. നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മേടിക്കുന്നതും വാങ്ങിക്കുന്നതിനെ പറയുന്നത് ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇത്രയാണ്. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ മേഖലകളിൽ നമുക്ക് ABCയുടെ ഇൻഫോർമേഷൻ വെച്ചിട്ട്. അടുത്തൊരു ടോപ്പിക്കാണ് ബെനിഫിറ്റ്സ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിൽ കിട്ടുന്നത് എന്നാണ്. ഒന്നാമത്തെ പോയിന്റ് മോർ അക്യുറേറ്റ് കോസ്റ്റ് ഇൻഫോർമേഷൻ ലീഡ് ടു ബെറ്റർ ഡിസിഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നുണ്ട് ഈ കുറേ കാര്യങ്ങളിൽ. അതുപോലെ നമ്മുടെ പ്രോസസ് ഇംപ്രൂവ്മെന്റ് കുറേ ബെറ്റർ ആവും. പിന്നെ കോസ്റ്റ് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് അക്യുറേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ മാനേജ്മെന്റ് കപ്പാസിറ്റി കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ലിമിറ്റേഷൻ എല്ലാത്തിനും ഒരു ഡ്രോബാക്സ് ഉണ്ടല്ലോ. അതുകൊണ്ട് ലിമിറ്റേഷൻ ഓഫ് ആക്ടിവിറ്റി കോസ്റ്റ് മാനേജ്മെന്റിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അലോക്കേഷൻ. ചില സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ കോസ്റ്റ് ഡ്രൈവറിൽ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഓവർ ഹെഡ് കോസ്റ്റ് മാറിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാൻ സാധ്യതയുണ്ട്. എല്ലാ ബഡ്ജറ്റിങ്ങും മാറും. അതുപോലെ തന്നെ നമ്മൾ കുറേ ഇതിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഒമിഷൻ ഓഫ് കോസ്റ്റ്. ചില കോസ്റ്റുകൾ നമ്മൾ ഒമിഷൻ ചെയ്ത് കളയുന്നതുകൊണ്ട് തന്നെ കുറേ തരും. പിന്നെ ഇത് കുറേ ടൈം കൺസ്യൂമിങ് ആണ്, കുറേ സമയം എടുക്കും. അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്.
ഇത് ചെറിയ കമ്പനികൾക്കൊന്നും ബെറ്റർ അല്ല, പക്ഷെ വലിയ കമ്പനീസിനൊക്കെ ഇത് ബെറ്റർ ആയിരിക്കും കേട്ടോ. അടുത്തൊരു ടോപ്പിക്കാണ് ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെന്റ്. ഇത് വൺ വെയ്റ്റിന് പൊതുവെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെന്റ് ടൂളാണ്. നമ്മൾ ABC സിസ്റ്റം വെച്ചിട്ട് കുറേ കോസ്റ്റ് ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടല്ലോ, അത് വെച്ച് അവർ ഓപ്പറേഷൻസിന്റെ എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും മാക്സിമം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവർ മാനേജേഴ്സിന് കുറച്ച് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഈ സ്റ്റെപ്പ് ഉപയോഗിച്ച് നമുക്ക് എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആക്ടിവിറ്റീസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് പ്രൊഡക്ട്സ്. ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, നോൺ വാല്യൂ ആഡിന്റെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇത് കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്ത് വെക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസിനെ എലിമിനേറ്റ് ചെയ്ത് കളയണയാണ്, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്ത് ചെയ്യണയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഈ 3 സ്റ്റെപ്പിലൂടെ നമുക്ക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ പ്രോഫിറ്റബിലിറ്റി അനലൈസ്. ഇത് വൺ വെയ്റ്റിന് പൊതുവെ ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് നമ്മൾ സർവീസ് കൊടുക്കണ്ടല്ലോ കസ്റ്റമേഴ്സിന്, അപ്പോൾ ആ സർവീസിലൂടെ കസ്റ്റമേഴ്സിനെ ഒരു ഗ്രൂപ്പായിട്ട് മാറ്റുക, അതിൽ തന്നെ എത്ര പ്രോഫിറ്റബിലിറ്റി നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാക്കി തരുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യണതിനെയാണ് കസ്റ്റമർ പ്രോഫിറ്റബിലിറ്റി അനലൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ്. ഇതിൽ പറയുന്നത് നമ്മുടെ ഓവർഹെഡ് കോസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. അത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിലായിരിക്കണം അണ്ടറിൽ വരുന്നത്. ഇനി കുറച്ച് പ്രോസസ്സ് ഉണ്ട് ഈ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഉണ്ടാക്കുന്നതിന്. അത് 2 വെയ്റ്റിന് ചോദിച്ചിട്ട് ഒരു ചോദ്യം കൂടിയാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ആക്ടിവിറ്റി. എന്താണ് ആക്ടിവിറ്റീസ് എന്ന്, ഏതൊക്കെ ആക്ടിവിറ്റീസാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അത് മെയിൻ ആക്ടിവിറ്റീസ് ഉണ്ടാവും, സെക്കൻഡറി ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിന് മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃത്യമായിട്ട് ഒബ്ജക്റ്റിൽ എസെൻഷ്യൽ ആയിട്ട് വേണ്ടി വരുന്ന ആക്ടിവിറ്റീസിന്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്നാൽ തന്നെ അതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, സെക്കൻഡറി ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് കോസ്റ്റ് വിത്ത് ഹെൽപ്പ് ഓഫ് ബേസിസ്. നമ്മൾ കിട്ടിയേക്കുന്ന കോസ്റ്റ് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 3 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഡിസിഷൻസ്. നമുക്കൊരു ഡിസിഷനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഡ്യൂറേഷൻ ഓഫ് പ്രോസസ്സ്, നമുക്ക് ഒരു പ്രോസസ്സ് വരുന്ന ഡ്യൂറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് റിസോഴ്സ്, എത്രമാത്രം റിസോഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, അന്നത്തെ വരുന്ന എമൗണ്ട് എത്രയാണ്. മൂന്നാമത്തെ പോയിന്റ് നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ആക്ടിവിറ്റി ഈസ് റിപ്പീറ്റഡ്, എത്ര ടൈംസിലാണ് ആക്ടിവിറ്റി റിപ്പീറ്റഡ് ആയിട്ടുണ്ട് എന്ന് നോക്കണം. ഈ ഫാക്ടേഴ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അതാണ് പ്രോസസ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ 2 പാർട്ടായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച ഈ വീഡിയോ. പക്ഷേ ഒരു മൊഡ്യൂൾ തന്നെ ഒരു വീഡിയോ തന്നെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. വേറെ ഒന്നുമില്ല. പിന്നെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. Thank you all. Have a nice day.